അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എൻഡോമെട്രിയോസിസ് ആണ്. കേൾക്കാലോ? ഹലോ ഹലോ കേൾക്കാമോ? ഓക്കെ. അപ്പൊ എൻഡോമെട്രിയോസിസ് എന്ന് വെച്ചാൽ എന്തുവാ? എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ഇന്നമോസ്റ്റ് ലൈനിങ് ഓഫ് ദ യൂട്രൈൻ ക്യാവിറ്റി. അത് ഔട്ട്സൈഡ് ദ യൂട്രൈൻ ക്യാവിറ്റി വരുമ്പോഴാണ് നമ്മൾ അതിനെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ബെനൈൻ കണ്ടീഷൻ ആണ്. ഈ ഔട്ട്സൈഡ് ദ യൂട്രൈൻ ക്യാവിറ്റി എങ്ങോട്ടൊക്കെ പോവാം? ഇതിന് ഓവറി, ഫാലോപ്പിയൻ ട്യൂബ്, യൂട്രൈൻ ലിഗമെന്റ്സ് എങ്ങോട്ട് വേണമെങ്കിലും പോവാം കേട്ടോ. അവിടെയൊക്കെ പോയി ഇതിങ്ങനെ പറ്റിയിരിക്കും. അതിനാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് എൻഡോമെട്രിയോസിന്റെ തിയറീസും പിന്നെ അതിന്റെ ഹോർമോണൽ തെറാപ്പിയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് അതിന്റെ എറ്റിയോളജി കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയത്തില്ല. കുറച്ച് തിയറീസ് വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹലോ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ തിയറീസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് തിയറിയാണ് സാംസൺസ് തിയറി ഓഫ് മെൻസ്ട്രൽ റീഗർഗിറ്റേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഇത് പറയുന്നതെന്ന് വെച്ചാൽ പേരിൽ തന്നെയുണ്ട്, മെൻസ്ട്രൽ റീഗർഗിറ്റേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ മെൻസ്ട്രേഷൻ നടക്കുമ്പോൾ ഈ മെൻസ്ട്രൽ ബ്ലഡ് എന്ത് ചെയ്യും? റിട്രോഗ്രേഡ് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അതായത് ഫാലോപ്പിയൻ ട്യൂബിന്ന് പെരിറ്റോണിയൽ ക്യാവിറ്റിക്ക് അകത്തോട്ട് കയറിപ്പോവും. ഓക്കെ. എന്നിട്ട് ഈ മെൻസ്ട്രൽ ബ്ലഡിനകത്ത് കുറച്ച് വയബിൾ ടിഷ്യൂസ് ഒക്കെ കാണില്ലേ? ഈ വയബിൾ ടിഷ്യൂസ് പോയിട്ട് ഓരോ പെൽവിക് പെരിറ്റോണിയൽ ഓർഗൻസിലൊക്കെ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് അത് ഗ്രോ ചെയ്യും. അതാണ് അങ്ങനെ അവിടെ ഇരുന്ന് എൻഡോമെട്രിയൽ ടിഷ്യൂ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരും. അതാണ് സാംസൺസ് തിയറി ഓഫ് മെൻസ്ട്രൽ റീഗർഗിറ്റേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവർ പറയുന്നത് വെച്ചാൽ ഈ റിട്രോഗ്രേഡ് ബ്ലഡ് ഫ്ലോ 90% ഓഫ് ദ ഫീമെയിൽസിലും റിട്രോഗ്രേഡ് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അതായത് ഈ ഫാലോപ്പിയൻ ട്യൂബിൽ നിന്ന് കുറച്ച് ലീക്ക് ചെയ്ത് നമ്മുടെ പെരിറ്റോണിയത്തിനകത്തോട്ട് കയറിപ്പോവും. പക്ഷെ എല്ലാവരിലും എന്ത് വരത്തില്ല? എൻഡോമെട്രിയോസിസ് ഡെവലപ്പ് ചെയ്യത്തില്ല. അപ്പൊ ഇത് ഫുൾ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു തിയറി ഉണ്ട്. സോ ഇത് പെൽവിക് എൻഡോമെട്രിയോസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോഴത്തേനും എക്ടോപിക് ആയിട്ട് എൻഡോമെട്രിയൽ ടിഷ്യൂ വരുന്നതാണ്. അത് എവിടെ വേണമെങ്കിലും വരാം. പെൽവിക് ഓർഗൻസിൽ മാത്രമല്ല, ചിലപ്പോൾ ലങ്സിൽ വേണമെങ്കിലും ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ വരുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പെൽവിക് എൻഡോമെട്രിയോസിസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ തിയറി യൂസ് ചെയ്യാം, സാംസൺസ് തിയറി ഓഫ് മെൻസ്ട്രൽ റീഗർഗിറ്റേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഫസ്റ്റ് തിയറി കഴിഞ്ഞു. ഇത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സീലോമിക് മെറ്റാപ്ലേസിയ തിയറി. സീലോമിക് മെറ്റാപ്ലേസിയ തിയറി പറയുന്നത് വെച്ചാൽ നമ്മുടെ പെൽവിക് ഓർഗൻസിന് ചുറ്റും ഒരു സീലോമിക് മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ അത് ഈ ബ്ലഡ് ഇങ്ങനെ വന്നിട്ട് ഇറിറ്റേഷൻ കാരണം അവിടെ ഇരുന്നത് മെറ്റാപ്ലേസിയ ഉണ്ടാവും. അതാണ് സീലോമിക് മെറ്റാപ്ലേസിയ പറഞ്ഞ പേരിലുള്ളത് തൊട്ട് തന്നെ ഇത്രേ പറയുന്നുള്ളൂ. അത് മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അബ്ഡോമിനൽ വിസറ അവിടെ വരുന്ന എൻഡോമെട്രിയോസിസിനെയാണ് സീലോമിക് മെറ്റാപ്ലേസിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സീലോമിക് മെംബ്രെയിൻ എവിടെയൊക്കെ ഉണ്ടോ ആ ഓർഗൻസിൽ വരുന്ന എൻഡോമെട്രിയോസിസിനെ സീലോമിക് മെറ്റാപ്ലേസിയ തിയറി വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. പിന്നെ ഉള്ളത് ലിംഫാറ്റിക് ആൻഡ് വാസ്കുലർ മെറ്റാസ്റ്റാസിസ് തിയറി. അതാണ് കുറച്ചും കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പെൽവിക് ഓർഗൻസിന്റെ എല്ലാം ലിംഫാറ്റിക്സ് കണക്റ്റഡ് ആണ്. ഓക്കെ. പെൽവിക് ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യും. യൂട്രസ്, ഓവറി, വെജൈന, കിഡ്നി, അംബ്ലിക്കസ് ഇതിന്റെയൊക്കെ ലിംഫാറ്റിക് ഡ്രെയിനേജ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ എൻഡോമെട്രിയൽ ടിഷ്യൂ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. ലിംഫാറ്റിക്സ് വഴിയും ഹെമറ്റോജിനസ് റൂട്ട് വഴിയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഇതാണ് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് സ്പ്രെഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ലിംഫാറ്റിക് ആൻഡ് വാസ്കുലർ മെറ്റാസ്റ്റാസിസ് തിയറിയാണ്. ലിംഫാറ്റിക് ചാനൽ വരെയും ബ്ലഡ് വെസൽസ് വരെയും മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻഡോമെട്രിയോസിസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് പറയുന്നത് വെച്ചാൽ എൻഡോമെട്രിയോസിസ് ഫാമിലിയിൽ വരും. അതായത് ഇപ്പം ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, ഇപ്പൊ എന്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന് എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ എനിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടാവാൻ 7 times ചാൻസ് ഉണ്ട് എന്നാണ്. ഓക്കെ. അതാണ് ജനറ്റിക് ഫാക്ടേഴ്സ് പറയുന്നത്. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സാംസൺസ് തിയറിയുടെ തന്നെ ഒരു വേരിയേഷൻ ആണ് ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 90% ഫീമെയിൽസിലും റിട്രോഗ്രേഡ് ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ട്. പക്ഷെ അവരിൽ കുറച്ച് പേർക്ക് മാത്രമേ എൻഡോമെട്രിയോസിസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ എന്ന്. അപ്പം ഈ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരിൽ മിക്കവരിലും എന്ത് ചെയ്യും, ഇങ്ങനെ എൻഡോമെട്രിയൽ ടിഷ്യൂ പെരിറ്റോണിയൽ ഓർഗൻസിൽ അവിടെ പോയി സ്റ്റക്ക് ആയിരിക്കുമ്പോൾ ആന്റിബോഡി, ഈ മാക്രോഫേജസ് ഒക്കെ ആക്ടിവേറ്റ് ആയിട്ട് അത് എന്ത് ചെയ്യും, ഇതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നതാണ് അവർ പറയുന്നത്. ഓക്കെ. അപ്പൊ ചിലരിൽ ഈ ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ആവത്തില്ല. അപ്പൊ അവരിൽ എന്താ, അവിടെ ഇരുന്നിട്ട് അത് എൻഡോമെട്രിയോസിസ്, അത് പ്രൊലിഫറേറ്റ് ചെയ്ത് എൻഡോമെട്രിയോസിസ് ഉണ്ടാവും. ഈ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്തിട്ട് ആ എക്ടോപിക് ആയിട്ട് വരുന്ന വയബിൾ ടിഷ്യൂനെ ഡാമേജ് ചെയ്ത് കളയുവാണെങ്കിൽ അവർക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടാവത്തില്ല. അതാണ് ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് പറയുന്നത്. പിന്നെ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഈ എപ്പം എൻഡോമെട്രിയോസിസ് ഉള്ള ഒരാളെ നമ്മൾ നോക്കിയാലും അതിനകത്ത് സയൻസ് ഓഫ് ഇൻഫ്ലമേഷൻ കാണാൻ പറ്റും. സബ് ക്ലിനിക്കൽ പെരിറ്റോണിയൽ ഇൻഫ്ലമേഷൻ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് WBCs കൂടിയിരിക്കും, പിന്നെ സൈറ്റോകൈൻസ് ഒക്കെ റിലീസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, പിന്നെ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ലെവൽ നോക്കുമ്പോൾ കൂടിയിരിക്കും. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് അസോസിയേറ്റ് ചെയ്തൊരു ഇൻഫ്ലമേഷൻ നടന്നു എന്ന് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും.
ഈ ഇൻഫ്ലമേഷൻ നടക്കുന്ന കാരണം എന്താ, ആ പെൽവിക് ഓർഗൻസ് തമ്മിൽ അഡഷൻസ് ഒക്കെ ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെയുള്ള ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യും, ഫുൾ ഈ നമ്മുടെ നോർമൽ ഒരു യൂട്രൈൻ ക്യാവിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ല പ്രഗ്നൻസി നടക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ഡിസ്റ്റോർട്ടഡ് ആവും. ഇൻഫ്ലമേഷൻ നടന്ന് അഡഷൻസ് ഒക്കെ നടന്നിട്ട് ആ പെൽവിക് അനാറ്റമി, യൂട്രൈൻ ക്യാവിറ്റിയുടെ അനാറ്റമി ഫുള്ള് ഡിസ്റ്റോർട്ടഡ് ആയി പോകും. ഇതാണ് 6 തിയറീസ് പറയുന്നത്. ഈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻഡോമെട്രിയോസിന്റെ എത്തിയോളജി കറക്റ്റ് ആയിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. ഈ 6 തിയറീസ് വെച്ചിട്ടാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് 6 തിയറീസ്. ഇതെന്തുവാ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ ടെക്സ്റ്റിലും. ഓക്കെ, എന്തേലും ഏതെങ്കിലും തിയറി ഒന്നുകൂടെ പറയണോ? ഇച്ചിരി ഉള്ളൂ അല്ല. ഓക്കെ അല്ലേ? സീലോമിക് മെറ്റാപ്ലേസിസ് തിയറി ഒന്നുകൂടെ പറയാമോ? സീലോമിക് മെറ്റാപ്ലേസിസ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗൻസ് ഉണ്ടല്ലോ, പെരിറ്റോണിയൽ ഓർഗൻസിന് ചുറ്റും ഒരു സീലോമിക് മെംബ്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സീലോമിക് മെംബ്രെയിൻ ഈ ബ്ലഡ് ലീക്ക് ചെയ്ത് വരുമ്പം അതിന്റെ ഇറിറ്റേഷൻ കാരണം സീലോമിക് മെംബ്രെയിൻ അവിടെ നിന്ന് മെറ്റാപ്ലേസിയ ഉണ്ടാക്കും. അവിടെ നിന്ന് ചേഞ്ച് വരും. മെറ്റാപ്ലേസിയ വന്നിട്ട് ചേഞ്ച് വന്ന് എൻഡോമെട്രിയൽ ടിഷ്യൂ ഡെവലപ്പ് ചെയ്യും. അവിടെ തന്നെത്താൻ എൻഡോമെട്രിയൽ ടിഷ്യൂ ഡെവലപ്പ് ചെയ്യും. എന്തുകൊണ്ടാണ് ആ ചേഞ്ച് വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ സീലോമിക് മെംബ്രെയിൻ മെറ്റാപ്ലേസിയ അണ്ടർഗോ ചെയ്ത് എൻഡോമെട്രിയൽ ടിഷ്യൂ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് പറയുമ്പോഴത്തേനും എക്സ്പെക്റ്റഡ് മാനേജ്മെന്റ് ഉണ്ട്, മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, സർജറി ഉണ്ട്, കമ്പൈൻഡ് മെഡിക്കൽ ആൻഡ് സർജറി. അല്ല, എക്സ്പെക്റ്റഡ് മാനേജ്മെന്റ് നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് അൺമാരീഡ് ആയിട്ടുള്ളവർക്ക്, പിന്നെ യങ് മാരീഡ്, റെഡി ടു സ്റ്റാർട്ട് ഫാമിലി അങ്ങനെയുള്ളവർക്ക്, അപ്രോച്ചിങ് മെനോപോസ് അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് മാനേജ്മെന്റ്, അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല. ഇനി ഒരു കാര്യം പറയാം, എൻഡോമെട്രിയോസിന്റെ 2 മെയിൻ പ്രോബ്ലംസ് പറഞ്ഞാൽ ഒന്ന് പെയിനും പിന്നെ ഒന്ന് ഇൻഫെർട്ടിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഈ എക്സ്പെക്റ്റഡ് മാനേജ്മെന്റിൽ നമ്മൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് NSAIDസും പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തറ്റീസ് ഇൻഹിബിറ്റേഴ്സും കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴത്തേനും പ്രോസ്റ്റാഗ്ലാൻഡിൻ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ റിലീസ് ചെയ്യുന്ന കാരണം പെയിൻ ഉണ്ടാവും. അപ്പൊ എക്സ്പെക്റ്റഡ് മാനേജ്മെന്റിൽ നമ്മൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തറ്റീസ് ഇൻഹിബിറ്റേഴ്സും NSAIDസും ആണ് കൊടുക്കുന്നത്. എക്സ്പെക്റ്റഡ് മാനേജ്മെന്റ് ആർക്കാ ചെയ്യുന്നത്? അൺമാരീഡ് ആയിട്ടുള്ളവർക്ക്, യങ് മാരീഡ്, റെഡി ടു സ്റ്റാർട്ട് ഫാമിലി, അപ്രോച്ചിങ് മെനോപോസ്, ഇവർക്കാണ് നമ്മൾ എക്സ്പെക്റ്റഡ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് ഞാൻ മറ്റേ അതിനകത്ത് നോക്കിയിട്ട് എടുത്തതാണ്. നമ്മുടെ ടെക്സ്റ്റ് ഭയങ്കര വൃത്തിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് പറയാം. പിന്നെ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേനും മെഡിക്കൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഹോർമോൺ മാനേജ്മെന്റ് ആണ്. ഈ എൻഡോമെട്രിയോസിസ് വരുന്നത് മെയിൻ ആയിട്ട് ഈസ്ട്രജൻ ഭയങ്കരമായിട്ട് കൂടുന്നത് കാരണമാണ്. എന്തുവാ ഈ എക്ടോപിക് ആയിട്ടുള്ള എൻഡോമെട്രിയൽ ടിഷ്യൂ അവിടെ ഇരുന്ന് പ്രൊലിഫറേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഈസ്ട്രജൻ വരുന്നുണ്ടല്ലേ. ഈസ്ട്രജൻ അല്ലേ പ്രൊലിഫറേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം ഈസ്ട്രജൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഹോർമോൺ തെറാപ്പിയിൽ. ഓക്കെ, സോ ഈസ്ട്രജൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രഗ്സ് കൊടുക്കും. ഇപ്പൊ 2 ടൈപ്പ് ഓഫ് ഹോർമോണൽ തെറാപ്പി ഉണ്ട്, സ്യൂഡോ പ്രഗ്നൻസി റെജിമും സ്യൂഡോ മെനോപോസ് റെജിമും. കാരണം പ്രഗ്നൻസിയിലും മെനോപോസിലും അല്ലേ ഓവുലേഷൻ നടക്കാത്ത 2 കണ്ടീഷൻ എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും, സ്യൂഡോ പ്രഗ്നൻസി റെജിമും സ്യൂഡോ മെനോപോസ് റെജിമും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 തെറാപ്പീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ OCP കമ്പൈൻഡ് പിൽസ് കൊടുക്കും. കമ്പൈൻഡ് പിൽസ് കൊടുക്കുമ്പോൾ എന്താ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത് ചെന്നിട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി FSHും LHും ഒക്കെ ഇൻഹിബിറ്റഡ് ആവും. ഓക്കെ, അപ്പൊ എന്താ, ഓവുലേഷൻ നടക്കത്തില്ല. ഓവുലേഷൻ നടന്നില്ലെങ്കിൽ ഈസ്ട്രജൻ ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ OCPs 6 to 12 months കൊടുക്കും. അങ്ങനെ ഒരു സ്യൂഡോ പ്രഗ്നൻസി, ഇതിനാണ് നമ്മൾ സ്യൂഡോ പ്രഗ്നൻസി റെജിം എന്ന് പറയുന്നത്. ഒരു പ്രഗ്നൻസി സ്റ്റേറ്റ് ഉണ്ടാവുകയാണ്, ഓവുലേഷൻ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ അതാണ് ഫസ്റ്റ് OCP. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഓറൽ പ്രൊജസ്റ്റൻസ് കൊടുക്കാം. പ്രൊജസ്റ്റൻസും സെയിം ഇത് തന്നെ, പ്രൊജസ്ട്രോൺ നമ്മൾ കൊടുക്കുന്നത്. ഇതും സ്യൂഡോ പ്രഗ്നൻസി സ്റ്റേറ്റ് ഉണ്ടാക്കും. നമ്മൾ കൊടുക്കുന്ന പ്രൊജസ്ട്രോണിന്റെ ഇതെന്ന് പറയുന്നത് മെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് ആണ്. ഇനി ഇതിന്റെ സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്, ആക്നി, മൂഡ് സ്വിങ്സ്, പിന്നെ വെയിറ്റ് ഗെയിൻ, ലിപ്പിഡ് പ്രൊഫൈൽ ഓൾട്ടറേഷൻ, ഇങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഈ പ്രൊജസ്ട്രോൺ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെസിഡ്വേഷനും ഇനിഷ്യേറ്റ് ചെയ്യും. ഡെസിഡ്വേഷൻ എന്ന് പറയുമ്പോഴത്തേനും സെക്രട്ടറി ചേഞ്ചസ് ഉണ്ടാവും. എന്നിട്ട് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂവിൽ സെക്രട്ടറി ചേഞ്ചസ് ഉണ്ടായിട്ട് ഫൈനലി അത് എട്രോഫിക് ആയി പോകും. അതാണ് ഈ ഓറൽ പ്രൊജസ്റ്റൻസ് കൊടുക്കുമ്പോൾ നടക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ കാര്യം പറഞ്ഞു, പിന്നെ സെക്കൻഡ് ഓറൽ പ്രൊജസ്റ്റൻസ് കൊടുക്കാം, പിന്നെ നമുക്ക് GnRH അഗണിസ്റ്റ് കൊടുക്കാം. GnRH അഗണിസ്റ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ എന്തുവാ അഗണിസ്റ്റിക് റെസ്പോൺസ് ഇനിഷ്യലി ഒരു GnRH എന്ന് പറയുന്നത് എന്തോ ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ, അത് കാരണമാണല്ലോ ഈ LHും FSHും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ GnRH അഗണിസ്റ്റ് കൊടുക്കുമ്പോൾ ഇനിഷ്യലി ഒരു അഗണിസ്റ്റിക് റെസ്പോൺസ് ഉണ്ടാവുമെങ്കിലും പിന്നെ ഈ കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരുപാട് ആകുമ്പോൾ എന്താ FSH LHന്റെ റിസെപ്റ്റേഴ്സിന്റെ ഡൗൺ റെഗുലേഷൻ ഉണ്ടാവും.
സോ അത് കാരണം ഈസ്ട്രജൻ കുറയും, ഒവേറിയൻ സ്റ്റിറോയിഡോജൻസിസ് കുറയും, അങ്ങനെ സ്യൂഡോ മെനോപോസ് സ്റ്റേറ്റ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒവേറിയൻ സ്റ്റിറോയിഡോജൻസിസ് ആണ്, അതായത് അവിടുന്ന് ഈസ്ട്രജൻ വരുന്നില്ല. GnRH അഗണിസ്റ്റ് കൊടുക്കുന്ന കാരണം ഈസ്ട്രജന്റെ ലെവൽ കുറയും, അങ്ങനെ ഒരു സ്യൂഡോ മെനോപോസ് സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യും. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് ലൂപ്രൊലൈഡ്. എഴുതണോ? ലൂപ്രൊലൈഡ്, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് കേട്ടോ. ലൂപ്രൊലൈഡ് 3.75 mg IM ആയിട്ട് മന്ത്ലി നമ്മൾ കൊടുക്കും. ഓക്കെ, സോ ഇതാണ് GnRH അഗണിസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഹൈപ്പോ ആൻഡ്രോജനിസ് ആണ്. അതായത് ഈസ്ട്രജൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ GnRH അഗണിസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അത് കാരണം ഈസ്ട്രജൻ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു. സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഹൈപ്പോ ഈസ്ട്രജനിസം. അത് കാരണം എന്താ, വജൈനൽ ഡ്രൈനസ്, ഹോട്ട് ഫ്ലഷസ്, ഓസ്റ്റിയോപൊറോസിസ്, അങ്ങനത്തെ കുറെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് യൂസ് ചെയ്യാൻ പറ്റും. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുമ്പോഴത്തേനും ലൈക്ക് ലെവനോജെസ്റ്റർ റിലീസിങ് ഇൻട്രാ യൂട്രൈൻ സിസ്റ്റംസ്, അതാണ് മെറീന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞ OCP പറഞ്ഞു, സെക്കൻഡ് ഓറൽ പ്രൊജസ്റ്റൻസ് പറഞ്ഞു, പിന്നെ തേർഡ് GnRH അഗണിസ്റ്റ് പറഞ്ഞു. പിന്നെ നമ്മൾ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് പറയാണ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെറീന എന്ന് പറഞ്ഞാൽ ലെവനോജെസ്റ്റർ റിലീസിങ് ഇൻട്രാ യൂട്രൈൻ സിസ്റ്റം ആണ്. ഇത് യൂസ് ചെയ്യുന്നത് കാരണം പെയിൻ, ഡിസ്മെനോറിയ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ നിന്ന് പ്രൊജസ്ട്രോൺ ആണ് റിലീസ് ചെയ്യുന്നത്, ലെവനോജെസ്റ്റർ. അതിൽ നിന്ന് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്തിട്ട് അതും ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഡ്രഗ് ആണ് ഡാനസോൾ എന്ന് പറഞ്ഞിട്ട്, അതും ഡാനസോളും കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളതാണ് ന്യൂവോ തെറാപ്പീസ് എന്ന് പറയുന്നതാണ് ആരോമറ്റേസ് ഇൻഹിബിറ്റേഴ്സ്, പ്രൊജസ്ട്രോൺ ആന്റഗോണിസ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ആരോമറ്റേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ്രോജനെ ഈസ്ട്രജൻ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ് ആരോമറ്റേസ്. അപ്പൊ അതിന്റെ ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുമ്പോഴും ഈസ്ട്രജൻ കുറയ്ക്കാന്നുള്ളതാണ്. ആരോമറ്റേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് അനസ്ട്രസോൾ, ലെട്രോസോൾ ഒക്കെ. അനസ്ട്രസോൾ, ലെട്രോസോൾ ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ആരോമറ്റേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതും കൊടുക്കുമ്പോഴത്തേനും എന്താ സൈഡ് എഫക്റ്റ് ആയിട്ട് ഹൈപ്പോ ഈസ്ട്രജൻസ് ചിലപ്പോൾ വരാം. പിന്നെ പ്രൊജസ്ട്രോൺ ആന്റഗോണിസ്റ്റ് കൊടുക്കാം, ലൈക്ക് മിഫെപ്രിസ്റ്റോൺ നമുക്ക് കൊടുക്കാം, GnRH ആന്റഗോണിസ്റ്റ് കൊടുക്കാം. സോ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് 5 ഹോർമോണൽ തെറാപ്പീസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താ, ഈസ്ട്രജൻ കുറയ്ക്കാന്നുള്ളതാണ്. പിന്നെ 5 സംഭവങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് പറയാ, ഓറൽ പ്രൊജസ്റ്റൻസ് പറയാ, GnRH അഗണിസ്റ്റ് പറയാ, ഇൻട്രായൂട്രൈൻ ഡിവൈസസ്, പിന്നെ ന്യൂവോ തെറാപ്പീസ്. ഓക്കെ ആണോ? ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ സർജിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ 2 മെയിൻ പ്രോബ്ലംസ് ആണ്, പെയിനും ഇൻഫെർട്ടിലിറ്റി. അപ്പൊ അതിനകത്ത് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോർമോണൽ തെറാപ്പി യൂസ് ചെയ്യാം. പിന്നെ ഇത് ചെറിയ മൈൽഡ് എൻഡോമെട്രിയോസിസ് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഹോർമോണൽ തെറാപ്പി വെച്ചിട്ട് നിൽക്കത്തുള്ളൂ. കുറച്ചുകൂടെ സിവിയർ ആണെങ്കിൽ നമ്മൾ സർജറിയിലോട്ടാണ് പോകുന്നത്. അത് മാത്രമല്ല പേഷ്യന്റ് ഭയങ്കര സിംറ്റമാറ്റിക് ആണ്, ഭയങ്കര പെയിൻ ആണ്, എന്തുവാ ഡിസ്യൂരിയ, ഡിസ്പാരിയോണിയ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ എല്ലാത്തിനും പെയിൻ ആണ്. മെൻസ്ട്രേഷൻ സമയത്ത് പെയിൻ വരും, യൂറിനേഷൻ സമയത്ത്, ഡിഫിക്കേഷൻ സമയത്ത് എല്ലാം പെയിൻ ആണ് പേഷ്യന്റിന്. അപ്പൊ അങ്ങനെ ഭയങ്കര സിവിയർലി സിംറ്റമാറ്റിക് ആണെങ്കിൽ നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെന്റിന് പോവും. പിന്നെ ഹോർമോണൽ തെറാപ്പിക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ സർജിക്കൽ തെറാപ്പിക്ക് പോകും. ഓക്കെ, അപ്പൊ സർജിക്കൽ തെറാപ്പിയുടെ ഇൻഡിക്കേഷൻസ് പറഞ്ഞാൽ ഫസ്റ്റ് സിവിയർ സിംറ്റംസ് വിത്ത് നോ റെസ്പോൺസ് ടു ഹോർമോണൽ തെറാപ്പി, പിന്നെ എൻഡോമെട്രിയോസിസ് മോർ ദാൻ 1 സെന്റിമീറ്റർ, കുറച്ച് വലിയ സൈസിലുള്ളതാണെങ്കിൽ, പിന്നെന്താ ഡീപ്ലി ഇൻഫിൽട്രേറ്റിംഗ് എൻഡോമെട്രിയോസിസ് ഒക്കെയാണ്. ഡീപ്ലി ഇൻഫിൽട്രേറ്റിംഗ് എൻഡോമെട്രിയോസിസ് വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ പെൽവിക് അനാറ്റമി ഫുൾ ഡിസ്റ്റോർട്ടഡ് ആയി പോകും. ഈ കണ്ടീഷൻസിലാണ് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാപ്രോസ്കോപ്പി ആണ് ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പി വഴി നമ്മൾ എക്സിഷൻ അല്ലെങ്കിൽ അബ്ലേഷൻ ചെയ്യും. ഓക്കെ, നമ്മൾ ആ എക്ടോപിക് എൻഡോമെട്രിയൽ ടിഷ്യൂവിനെ ഒന്നെങ്കിൽ എക്സൈസ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ലേസർ അബ്ലേഷൻ ചെയ്യും. ഓക്കെ, അതാണ് സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി കമ്പൈൻഡ് സർജിക്കൽ ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ ഓപ്പറേറ്റീവ്ലി ഹോർമോണൽ തെറാപ്പി കൊടുക്കും. ഓക്കെ, പ്രീ ഓപ്പറേറ്റീവ്ലി ഹോർമോണൽ തെറാപ്പി കൊടുത്തിട്ട് സൈസും വാസ്കുലാരിറ്റിയും കുറയ്ക്കുക. എക്ടോപിക് എൻഡോമെട്രിയൽ ടിഷ്യൂവിന്റെ സൈസും വാസ്കുലാരിറ്റിയും കുറയ്ക്കും. എന്നിട്ട് നമ്മൾ എന്താ സർജറി ചെയ്യും. സർജറി ചെയ്ത് അതിനെ എക്സൈസ് ചെയ്യോ അല്ലെങ്കിൽ ലേസർ അബ്ലേഷൻ ചെയ്യോ ചെയ്യും.
അതിനുശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഹോർമോണൽ തെറാപ്പി കൊടുക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി കൊടുക്കുമ്പോഴത്തേനും റെസിഡുവൽ ലീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പറ്റും. പ്രീ ഓപ്പറേറ്റീവ്ലി പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി നമ്മൾ 3 to 6 months ആണ് കൊടുക്കുന്നത്. ഓക്കെ. പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ, ഈ എൻഡോമെട്രിയോസിന് ഭയങ്കര റിക്കറൻസ് റേറ്റ് എന്നാണ് പറയുന്നത്. ഒരു 50% പേഷ്യൻസിലും ഇത് റിക്കറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കമ്പൈൻഡ് തെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ എൻഡോമെട്രിയോസിസ് ആണ്. ഇതിന്റെ തിയറീസ് പഠിക്കണം. മാനേജ്മെന്റ് ഹോർമോണൽ തെറാപ്പി മാത്രമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ, അതും നോക്കണം മെയിൻ ആയിട്ട്. എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായടാ. ഓക്കെ, താങ്ക് യു.